സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കിവരാം അതിവേഗത്തിൽ. ടി വീണയ്ക്കെതിരായ വ്യാജ ആരോപണങ്ങൾ പൊളിഞ്ഞു. ടി വീണയുടെ എക്സാലോജിക് സൊല്യൂഷനുമായി ഒരു ബന്ധവുമില്ലെന്ന് ദുബായിലെ എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനി. SNC ലാവ്ലിനുമായോ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സുമായോ ബിസിനസ് ബന്ധമില്ലെന്നും എക്സാലോജിക് കൺസൾട്ടിംഗ് മേധാവികൾ ഷോൺ ജോർജും മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് അസംബന്ധമെന്ന് തോമസ് ഐസക്. BJP നേതാവ് ഷോൺ ജോർജിന്റെ വക്കീൽ ഓഫീസിന് മുന്നിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം. ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിയോയിലൊഴിച്ചു. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് നേതാക്കളെ അപകീർത്തിപ്പെടുത്തുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. സ്വർണം കടത്തിയ ശശി തരൂർ MPയുടെ PA ശിവകുമാർ പ്രസാദിനെതിരെ അന്വേഷണം. ശിവകുമാർ പ്രസാദിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു. സംഭവം ഞെട്ടിച്ചെന്ന തരൂർ. വിശദമായ അന്വേഷണം വേണമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. മഹാത്മാഗാന്ധിയെ അപമാനിച്ച നരേന്ദ്രമോദിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഗാന്ധിക്കെതിരായ മോദിയുടെ പരാമർശം ഞെട്ടിക്കുന്നതെന്ന് സീതാറാം യെച്ചൂരി. മോദി പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് അപമാനകരമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ. ധ്യാന നാടകത്തിനായി മോദി കന്യാകുമാരിയിൽ. സംസ്ഥാനത്ത് കാലവർഷമെത്തി. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. 42 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 710 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. താലൂക്ക് തല കൺട്രോൾ റൂമുകൾ സജ്ജം. മൺസൂൺ കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്കായി സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം സഹായം നൽകുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പരസ്യപ്രചാരണം അവസാനിച്ചു. മറ്റന്നാൾ വോട്ടെടുപ്പ്. ജനവിധി തേടുന്നത് 57 മണ്ഡലങ്ങൾ. BJPക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തി കർഷക സമരം ശക്തം. മോദിയുടെ 3ാം ഊഴമെന്ന അവകാശവാദത്തിനുള്ള തിരിച്ചടിയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. തോൽക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴാണ് മോദി കന്യാകുമാരിയിൽ തപസ്സിരിക്കാനെത്തുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ. പഞ്ചാബിലെ 13 മണ്ഡലങ്ങളിൽ 4 മണ്ഡലത്തിൽ പോരാടാനൊരുങ്ങി ഇടതുപക്ഷം. അമൃത്സർ ഉൾപ്പെടെ 3 മണ്ഡലങ്ങളിൽ CPI മത്സരിക്കുമ്പോൾ ജലന്ധറിൽ CPIM മത്സരിക്കുന്നു. പർഷോത്തം ലാൽ ബിഗ്ലിഗയാണ് CPIM സ്ഥാനാർത്ഥി. കാസർഗോഡ് കോൺഗ്രസിനകത്തെ തമ്മിൽ തല്ല് അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സമിതി തെളിവെടുപ്പിനായി കാസർഗോഡെത്തി. ഉണ്ണിത്താൻ പൊതുശല്യമാണെന്ന് പരാതി. അന്വേഷണ സമിതി ഉണ്ണിത്താൻ അനുകൂലമായി നിൽക്കുന്നതായി ഒരു വിഭാഗം നേതാക്കൾ. അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ അവശ്യനിലയിൽ കണ്ട കാട്ടുപോത്ത് ചത്തു. അതിരപ്പള്ളി കോടശ്ശേരി രണ്ടുകൈയിലാണ് 4 ദിവസമായി കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നത്. കാട്ടുപോത്തിന് മുതുകിൽ വെടിയേറ്റതായി സൂചന. ഇടുക്കി മൂന്നാറിൽ വീണ്ടും കടുവയുടെ ആക്രമണം. കടലാർ വെസ്റ്റ് ഡിവിഷനിൽ കടുവയുടെ ആക്രമണത്തിൽ ഗർഭിണിയായ പശു ചത്തു. കടലാർ സ്വദേശി സ്റ്റീഫന്റെ പശുവാണ് ചത്തത്. കാട്ടുപന്നി കുഴിയിൽ വീണ് ചത്തു. കുമ്പള ബംബ്രാണ കൊടിയമ്മയിലാണ് സംഭവം. സെപ്റ്റിക് ടാങ്കിന് വേണ്ടിയെടുത്ത കുഴിയിലാണ് പന്നി വീണത്. കനത്ത മഴയിൽ വെള്ളം കയറിയ ഡോക്ടർ M ലീലാവതിയുടെ വീട് SFI പ്രവർത്തകർ ശുചീകരിച്ചു. SFI ജില്ലാ കമ്മിറ്റിയുടെ സ്റ്റുഡന്റ് ബറ്റാലിയനാണ് വീട് ശുചീകരിച്ചത്. 12 പേരടങ്ങുന്ന സംഘമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. മഹാരാഷ്ട്രയിൽ ദുരിതമൊഴിയാതെ കർഷകർ. ആഭ്യന്തര വിപണിയിൽ സവാള വില കുത്തനെ ഇടിഞ്ഞതിൽ വലഞ്ഞ കർഷകർ. ദില്ലിയിൽ സൂര്യാഘാതമേറ്റു മരിച്ച മലയാളി പോലീസ് ഓഫീസർ K ബിനീഷിന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ 9 മണിയോടെ വടകര ചോറോടുള്ള വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ഒമർ ലുലുവിന് ഇടക്കാല മുൻകൂർ ജാമ്യം. ഹർജി ജൂൺ 6 വീണ്ടും പരിഗണിക്കും. കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയോട് ലൈംഗികാതിക്രമം നടത്തിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. അക്കാദമിയിലെ ഓഫീസർ കമാൻഡന്റ് പ്രേമനെയാണ് അക്കാദമി ഡയറക്ടർ ADGP P. വിജയൻ സസ്പെൻഡ് ചെയ്തത്.
സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി. ചീഫ് സെക്രട്ടറിക്കാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 1 വർഷത്തിനകം പൊളിച്ചു നീക്കണമെന്നും ഹൈക്കോടതി. മഴ കനത്ത സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജം. കളമശ്ശേരി VHSS, കാക്കനാട് MA അബൂബക്കർ LP സ്കൂൾ, പറവൂർ കണ്ണംകുളങ്ങര LP സ്കൂൾ, ഇടപ്പള്ളി ഇഗ്നേഷ്യസ് ലയോള LP സ്കൂൾ, വാഴക്കാല മേരി മാതാ സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. പട്ടിമറ്റം കോട്ടമലയിലെ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി തകർന്ന് വീടിന്റെ അടുക്കള ഭാഗികമായി തകർന്നത് കൃഷ്ണകുമാറിന്റെ വീടിന്റെ അടുക്കള. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ യുവാക്കൾ അറസ്റ്റിൽ. ബത്തേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കോട്ടയം സ്വദേശികളായ രോഹിത് മോൻ, ശക്തിവേൽ എന്നിവരെ. ഈ മാസം 18-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കോഴിക്കോട് മാങ്കാവ് പാലം അറ്റകുറ്റപ്പണികൾക്കായി 3 ദിവസത്തേക്ക് പൂർണ്ണമായും അടച്ചിട്ടു. ഇതുവഴിയുള്ള യാത്രകൾക്ക് പകരം ക്രമീകരണം ഏർപ്പെടുത്തിയതായി കോഴിക്കോട് സിറ്റി ട്രാഫിക് പോലീസ്. വിദ്യാർത്ഥികളുടെ ബഹുമുഖ വികാസം ലക്ഷ്യമാക്കി വടകര സർഗാലയ സംഘടിപ്പിക്കുന്ന പരിശീലന പദ്ധതി ലാഡർ IMG ഡയറക്ടറും മുൻ ചീഫ് സെക്രട്ടറിയുമായ K. ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 13-നും 18-നും ഇടയിൽ വയസ്സുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ശക്തമായ മഴയിൽ തൃശൂർ ശ്രീനാരായണപുരത്ത് കോളേജിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. തകർന്നത് പടിഞ്ഞാറേ വെമ്പലൂർ MES അസ്ബാബി കോളേജിന്റെ ചുറ്റുമതിൽ. അപകടത്തിൽ ആർക്കും പരിക്കില്ല. രമേശ് കുമാർ കോറമംഗലം സംവിധാനം ചെയ്യുന്ന ചിത്രം മായമ്മ തിയേറ്ററുകളിലേക്ക്. ചിത്രം ജൂൺ 7-ന് റിലീസ് ചെയ്യും. പ്രണയവും തുടർന്നുള്ള സംഘർഷവുമാണ് ചിത്രത്തിന്റെ പ്രമേയം. ബിജു പ്രഭാകർ KSEB ലിമിറ്റഡ് ചെയർമാനായി ചുമതലയേറ്റു. സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾ ഇനിയുള്ള കാലയളവിലും തുടരുമെന്ന് ബിജു പ്രഭാകർ. കോഴിക്കോട് മുണ്ടുപാലത്ത് വീട്ടിൽ കയറി 2 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ പിടിയിൽ. ക്രിമിനൽ കേസ് പ്രതികളായ ഷനൂബ്, രാഹുൽ, റിഷാദ് എന്നിവരാണ് പിടിയിലായത്. മുഖം മറച്ച് ആക്രമണം നടത്തിയ പ്രതികളെ പന്തീരങ്കാവ് CI TK വിനോദ് കുമാറിന്റെയും സിറ്റി ക്രൈം സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ 12 മണിക്കൂറിനുള്ളിലാണ് പിടികൂടിയത്. കൊല്ലം സ്വദേശിയെ ആക്രമിച്ച് പണവും സ്വർണ്ണമോതിരവും തട്ടിയെടുത്ത കേസിൽ യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് പാലക്കാട് നെന്മാറ സ്വദേശി സെൻസാർ. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഫുഡ് ചെയിൻ നെറ്റ്വർക്കായ രാമേശ്വരം കഫയിൽ നിന്നും പഴകിയ ഉഴുന്ന് കണ്ടെത്തി. മാപ്പ് ചോദിച്ച സഹസ്ഥാപകൻ രാഘവേന്ദ്ര റാവു. ലൈംഗിക അതിക്രമ കേസ് പ്രതി പ്രജ്വൽ രേവണ്ണ MP ജർമ്മനിയിൽ നിന്ന് മടങ്ങിവരാൻ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തു. നാളെ പ്രത്യേക അന്വേഷണ സംഘം മുമ്പാകെ ഹാജരാവുമെന്ന് പ്രജ്വൽ. പുരി ജഗന്നാഥ് ക്ഷേത്രത്തിൽ ആഘോഷങ്ങൾക്കിടെ പടക്കം പൊട്ടിത്തെറിച്ചു. അർദ്ധരാത്രിയിൽ നടന്ന ചന്ദന യാത്രയ്ക്കിടെ നരേന്ദ്ര പുഷ്കർണി ദേവിഘട്ടിലാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. പൂനെയിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ കാർ അപകടം. കൗമാരക്കാരന്റെ രക്തസാമ്പിൾ മാറ്റാൻ മഹാരാഷ്ട്ര വിദ്യാഭ്യാസ മന്ത്രി ഹസൻ മുഷറഫും MLAയും ഇടപെട്ടു. വെളിപ്പെടുത്തലുമായി ആശുപത്രി ഡീൻ. ലോകത്തെ ഏറ്റവും രുചികരമായ ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയും. ടൈംസ് ഔട്ട് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച പട്ടികയിലാണ് റിപ്പോർട്ട്. വടപ്പാവാണ് മുംബൈയിൽ നിന്നും കഴിച്ചിരിക്കേണ്ട ഭക്ഷണമെന്നും ടൈംസ് ഔട്ട്. ദില്ലിയിലെ ഉഷ്ണതരംഗവും ജലക്ഷാമവും. വെള്ളം പാഴാക്കിയാൽ 2000 രൂപ പിഴ ഈടാക്കുമെന്ന് സർക്കാർ. വെള്ളം പാഴാക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ ബോർഡ്. ദേശീയ തലസ്ഥാനത്തുടനീളം 200 ടീമുകളെ വിന്യസിക്കും.
ഒഡീഷയിൽ ബിജെപി അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ ആരോഗ്യനില വഷളായതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്ന് നരേന്ദ്രമോദി. ബിജെഡി മേധാവിയുടെ ആരോഗ്യനില വഷളായതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടാകാമെന്നും മോദി. CRPC സെക്ഷൻ 144 ലംഘിച്ചുവെന്നാരോപിച്ച് PDP അധ്യക്ഷ മെഹബൂബ മുഫ്തിക്കെതിരെ തെരഞ്ഞെടുപ്പ് അധികൃതർ കേസെടുത്തു. തെരഞ്ഞെടുപ്പ് ദിവസം ആനന്ദ്നാഗിൽ പാർട്ടി പ്രവർത്തകരോടൊപ്പം കുത്തിയിരിപ്പ് സമരം നടത്തിയതിനാണ് കേസ്. ലാൻഡ് ചെയ്ത അമേരിക്കൻ എയർലൈൻസ് വിമാനം ശക്തമായി കാറ്റിൽ വട്ടം കറങ്ങി US-ലെ ഡാളസ് ഫോർട്ട് എയർപോർട്ടിലാണ് സംഭവം. ഏകദേശം 45,000 കിലോ ഭാരമുള്ള എയർലൈൻസ് ബോയിംഗ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. കൊല്ലപ്പെട്ട ബംഗ്ലാദേശ് MP അൻവർ അസീം അനാറിന്റെ കൊലപാതകത്തിൽ നിർണായക കണ്ടെത്തലുമായി പോലീസ്. ശരീരഭാഗങ്ങൾക്കായി 6 ദിവസത്തോളം നീണ്ട തിരച്ചിലിനൊടുവിൽ 4 കിലോ ശരീരഭാഗങ്ങൾ കണ്ടെടുത്ത അവശിഷ്ടം പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഫുകുഷിമയിലെ ആണവ റിയാക്ടറിലെ ആണവ ഇന്ധനം റോബോട്ടിന്റെ സഹായത്തോടെ നീക്കാനുള്ള ശ്രമത്തിൽ ജപ്പാൻ. 2011-ലെ ദുരന്തത്തിന് ശേഷം ഇതാദ്യമായാണ് തകരാറിലായ 3 ആണവ റിയാക്ടറിൽ നിന്ന് ഇത്തരത്തിൽ ഇന്ധനം ശേഖരിക്കാനുള്ള നീക്കം. ബസ് മലയിടുക്കിലേക്ക് മറിഞ്ഞ് പാകിസ്ഥാനിൽ 20-ലേറെ പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഇന്നലെ പുലർച്ചെയാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ ബസ്സിലുണ്ടായിരുന്ന 20ഓളം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട്. മ്യാൻമറിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകൾ. റിക്ടർ സ്കെയിലിൽ 5.6 രേഖപ്പെടുത്തിയ ചലനത്തെ തുടർന്ന് അതിർത്തി പ്രദേശങ്ങളായ ഇന്ത്യയിലെ ഗുവാഹത്തി, ഷില്ലോങ് എന്നിവിടങ്ങളിലും ചലനം അനുഭവപ്പെട്ടു. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു ഭൂചലനം. ആയിരത്തി 1999-ൽ ഇന്ത്യയുമായി ഒപ്പിട്ട കരാർ പാകിസ്ഥാൻ ലംഘിച്ചതായി സമ്മതിച്ച് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്. കാർഗിൽ യുദ്ധത്തിന് കാരണമായത് ഇന്ത്യയുമായുള്ള 1999-ലെ കരാർ പാകിസ്ഥാൻ ലംഘിച്ചതെന്നും നവാസ് ഷെരീഫ്. വീടുകൾക്ക് തൊട്ടരികിലൂടെ പറന്ന ചെറുയാത്രാ വിമാനം ഒടുവിൽ ഇടിച്ചിറക്കി. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലാണ് സംഭവം. സെറ്റ്ന 210 മോഡൽ ചെറുവിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. മദീനയിലെ റൗദ ഷെരീഫിനുള്ളിൽ സന്ദർശകർക്ക് ചെലവഴിക്കാൻ കഴിയുന്ന സമയത്തിലും തവണയിലും നിയന്ത്രണം. പുതിയ തീരുമാനം അനുസരിച്ച് 10 മിനിറ്റ് മാത്രമേ റൗദ ഷെരീഫിൽ ചെലവഴിക്കാൻ സന്ദർശകർക്ക് അനുവാദമുള്ളൂ. ആകാശച്ചുഴിയിൽപ്പെട്ട് ഖത്തർ എയർവേസ്. ഖത്തറിലെ ദോഹയിൽ നിന്ന് അയർലൻഡിലെ ഡബ്ലിനിലേക്ക് പുറപ്പെട്ട QR017 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 6 വിമാന ജീവനക്കാർ ഉൾപ്പെടെ 12 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. ഒമാനിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവ്. 12.2% വർധനയുണ്ടായതായി റിപ്പോർട്ടുകൾ. ടൂറിസത്തിൽ നിന്നുള്ള കയറ്റുമതി വരുമാനം 96% ഒമാൻ വീണ്ടെടുത്തെന്ന് അധികൃതർ. ദമാം OACCയുടെ നേതൃത്വത്തിൽ മീറ്റ് ദ ലീഡർ RC വിത്ത് ദമാം OACC പരിപാടി സംഘടിപ്പിച്ചു. റീജിയണൽ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി സൗദി നാഷണൽ പ്രസിഡന്റ് ബിജു കല്ലുമല ഉദ്ഘാടനം ചെയ്തു. രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയായി. വേൾഡ് മലയാളി കൗൺസിൽ ഉമ്മുൽ ഖുവൈൻ പ്രൊവിൻസ് 6ാം വാർഷികം ആഘോഷിച്ചു. പേൾ ഹോട്ടൽ റിസോർട്ടിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്ലോബൽ അംബാസിഡർ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ മുഖ്യാതിഥിയായി. നവോദയ സ്ഥാപക നേതാവും മുൻ രക്ഷാധികാരിയുമായിരുന്ന കണ്ണൂർ ചേലേരി സ്വദേശി പ്രേംരാജ് നിര്യാതനായി. മംഗലാപുരം യനപ്പോയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു മരണം. പ്രേംരാജിന്റെ വിയോഗത്തിൽ നവോദയ കേന്ദ്ര കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി.
കുവൈറ്റിൽ പാരാഗ്ലൈഡിംഗും സ്പോർട്സ് ഫ്ലൈയിങ്ങും നിരോധിച്ചു. നിരോധനം ജനങ്ങളുടെ ജീവൻ, സ്വത്ത്, രാജ്യത്തിന്റെ വ്യോമാതിർത്തി എന്നിവയുടെ സുരക്ഷ കണക്കിലെടുത്തു. സൗദി ജുബൈലിൽ നൂപുരധ്വനി ആർട്സ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു. സൗദി ഗവൺമെന്റ് എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ അംഗീകാരത്തോടെയാണ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചത്. സാമൂഹിക പ്രവർത്തകൻ സാബിർ അലി അക്കാദമി ഉദ്ഘാടനം ചെയ്തു. ദമാം KMCC അക്കാദമിക് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. ആദരം 2024 എന്ന പരിപാടിയിൽ SSLC, +2, ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പരിപാടി KMCC നാഷണൽ കമ്മിറ്റി ചെയർമാൻ ഖാദർ ചെങ്കള ഉദ്ഘാടനം ചെയ്തു. അഞ്ചാമത് വെളിച്ചം ഖുർആൻ സംഗമം ദോഹയിൽ സമാപിച്ചു. അഞ്ചാം ഖുർആൻ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ചടങ്ങിൽ ഡോക്ടർ ഹുസൈൻ മടവൂർ മുഖ്യപ്രഭാഷണം നടത്തി. സാലിം സെയ്ദ് അൽ മുഹന്നദി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒമാനിൽ ചൂട് 50 ഡിഗ്രി സെൽഷ്യസിനോട് അടുത്തതോടെ ജൂൺ 1 മുതൽ ഉച്ചയ്ക്ക് ജോലി നിരോധനം ഏർപ്പെടുത്തി. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ എല്ലാ നിർമ്മാണ സൈറ്റുകളും തുറസായ സ്ഥലങ്ങളും ഉച്ചസമയങ്ങളിൽ പ്രവർത്തനം നിർത്തണമെന്ന് തൊഴിൽ മന്ത്രാലയം. ഒരിടവേളയ്ക്ക് ശേഷം നസ്രിയ വീണ്ടും മലയാളത്തിൽ നായികയായി എത്തുന്നു. ബേസിൽ ജോസഫ് നായകനായി എത്തുന്ന സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിലൂടെയാണ് നസ്രിയ നായികയായി എത്തുന്നത്. MC ജിതിനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. പ്രഭാസ് പ്രധാന വേഷത്തിലെത്തുന്ന ബ്രഹ്മാണ്ഡ ചിത്രം കൽക്കിയുടെ ട്രെയിലർ ഉടൻ. ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പ്രഭാസ് വ്യത്യസ്ത വേഷത്തിലെത്തുന്ന കൽക്കി 2892 AD. ട്രെയിലർ ജൂൺ ആദ്യവാരം റിലീസ് ചെയ്യുമെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ ദശകത്തിൽ ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞ ഇന്ത്യൻ താരമായി ദീപിക പദുക്കോൺ. ലോകമെമ്പാടും 250 ദശലക്ഷം പ്രതിമാസ സന്ദർശകരുള്ള IMDbയുടെ പേജിനെ അടിസ്ഥാനമാക്കിയാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ചരൺ തേജ് ഉപ്പളപതി സംവിധാനം ചെയ്യുന്ന മഹാരാജ്ഞി ക്യൂൻ ഓഫ് ക്യൂൻസ് ചിത്രത്തിന്റെ ടീസർ പുറത്തുവിട്ടു. ചിത്രത്തിൽ നസറുദ്ദീൻ ഷാ, പ്രഭുദേവ, സംയുക്ത എന്നിവരാണ് എത്തുന്നത്. ഇന്ത്യൻ 2വിന്റെ രണ്ടാമത്തെ ഗാനം പുറത്തിറങ്ങി. നീലൊരപ്പം എന്നാരംഭിക്കുന്ന ഗാനത്തിന് അനിരുദ്ധാണ് സംഗീതം നൽകിയത്. ചിത്രം ജൂലൈ 12 തിയേറ്ററുകളിലേക്ക്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.